CPIM നേതാവ് ജി സുധാകരൻ, ആലപ്പുഴ ജില്ലയിലെ പ്രമുഖ നേതാവ്, അഴിമതിരഹിതനും കൃത്യമായ നല്ല ഇമേജുള്ളയാളും മികച്ച മന്ത്രി എന്ന നിലയിൽ, പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിൽ ഒന്നാം പിണറായി സർക്കാരിൽ മികച്ച പ്രവർത്തനവും കാഴ്ചവെച്ച ആളാണ് ജി സുധാകരൻ. അദ്ദേഹത്തിനെതിരെ അഴിമതിയോ അങ്ങനെയുള്ള ആരോപണങ്ങളോ ഒന്നും ഉന്നയിക്കാൻ കഴിയില്ല. വളരെ സത്യസന്ധനായ രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം PWD മന്ത്രിയായിട്ടിരിക്കെ, പൊതുമരാമത്ത് മന്ത്രിയായിട്ടിരിക്കെ ചെയ്ത കാര്യങ്ങൾ, ഇവിടുത്തെ റോഡ് വികസനത്തിനൊക്കെ അദ്ദേഹം ചെയ്ത സംഭാവനകൾ ജനങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. രണ്ടാം പിണറായി സർക്കാരിൽ മറ്റൊരാൾ പൊതുമരാമത്ത് മന്ത്രിയായി വന്നു. സ്വാഭാവികമായിട്ടും പാർട്ടി തീരുമാനമാണ്. ഒന്നാം സർക്കാരിലെ മികച്ച പല മന്ത്രിമാരും രണ്ടാം സർക്കാരിൽ വന്നില്ല. അത് എന്തുകൊണ്ടാണ്? അത് പാർട്ടി തീരുമാനമാണ്. LDFന്റെ CPIMന്റെ തീരുമാനമാണ്. പുതുനിര നേതാക്കൾ, യുവാക്കൾ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരണം, തലമുറ മാറ്റം വേണം. അങ്ങനെ കഴിഞ്ഞ മന്ത്രിസഭയിലെ ഒന്നാം പിണറായി സർക്കാരിലെ കഴിവ് തെളിയിച്ച മന്ത്രിമാരെ പലരെയും ഒഴിവാക്കിയല്ലോ. KK ശൈലജ, C രവീന്ദ്രനാഥ്, ജി സുധാകരൻ. അപ്പോൾ അവർക്കാർക്കും ഇല്ലാത്തൊരു പ്രശ്നം എങ്ങനെയാണ് ജി സുധാകരന് വരിക? അദ്ദേഹം വളരെ മാന്യനാണ്, കവിത എഴുതും, സാഹിത്യം വശമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഒരു പാർലമെന്ററി പദവിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടപ്പോൾ, മന്ത്രിസ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോൾ, അത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 3-4 വർഷത്തെ പല പ്രസ്താവനകളും രീതികളും എന്ന് ഇപ്പം തന്നെ എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്കെല്ലാം അറിയാം. അപ്പം എന്തുകൊണ്ട് KK ശൈലജയ്ക്കും C രവീന്ദ്രനാഥിനെ പോലുള്ള മികച്ച മന്ത്രിമാരായി കഴിവ് തെളിയിച്ചവർക്ക് മന്ത്രിസ്ഥാനത്തു നിന്ന് മാറി നിൽക്കുമ്പോഴും മാറ്റി നിൽക്കപ്പെടേണ്ടി വന്നപ്പോഴും പാർട്ടി തീരുമാനപ്രകാരം അവർ കാണിക്കുന്ന ഒരു പക്വത അല്ലെങ്കിൽ ഒരു നിലപാട് എന്തുകൊണ്ട് ജി സുധാകരന് സാധിക്കുന്നില്ല? അത് പാർട്ടിയിൽ കുറെ കാലമായിട്ട് വലിയ ചർച്ച നടക്കുന്ന കാര്യമാണ്. പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും പലപ്പോഴും പാർട്ടി നിലപാടുകൾക്ക് വിരുദ്ധമായിട്ട് പലപ്പോഴും ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് അവരെ കുറ്റപ്പെടുത്താൻ കഴിയുന്നില്ല. അതിൻ്റെ ഉത്തരവാദിത്തം ജി സുധാകരന് തന്നെയാണ്. അദ്ദേഹം മുതിർന്ന നേതാവാണ്. അദ്ദേഹം ഈ അധികാരമോഹിയല്ല എന്നൊക്കെ നമ്മൾ ധരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ മാറ്റി നിർത്തപ്പെട്ടപ്പോൾ, പ്രായമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടപ്പോൾ മുതൽ അദ്ദേഹം ഒരു വിമതനായിട്ട് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് വിമതനായിട്ട് പാർട്ടിയുടെ നിലപാടുകളോട് പ്രതികരിക്കുന്ന അവസരങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ CPIMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് MA ബേബി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അദ്ദേഹം ആലപ്പുഴയിൽ പോയിട്ട്, ആലപ്പുഴയിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ജി സുധാകരനെ സന്ദർശിച്ചു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേസ് വിളിച്ചു വരുത്തുന്ന സംഭവമാണ്. പോസ്റ്റൽ ബാലറ്റിൽ തിരിമറി നടത്തിയെന്ന് അദ്ദേഹം വിളിച്ചു പറയുകയാണ് അന്നത്തെ ഇലക്ഷൻ കാലത്ത്. സത്യം പറഞ്ഞാൽ അതൊരു ഒഫൻസാണ്. തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായ കാര്യം ചെയ്തുവെന്ന് അദ്ദേഹം ജി സുധാകരൻ വിളിച്ചു പറയുകയാണ്. അതിൻ്റെ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ശ്രദ്ധയിൽപ്പെട്ടു, അവരതിന് നടപടി എടുക്കാൻ തീരുമാനിച്ചു എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ. പാർട്ടിക്ക് അദ്ദേഹത്തെ തള്ളിപ്പറയേണ്ടി വരും, സ്വാഭാവികമാണ്. കാരണം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു നിലപാട്. അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളോടും നമുക്ക് യോജിക്കാൻ കഴിയത്തില്ല, വിയോജിക്കാനേ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത് അദ്ദേഹം തന്നെ വിളിച്ചു പറഞ്ഞൊരു കാര്യത്തിന് അദ്ദേഹം തന്നെ അതിന് നിയമപരമായ തെരഞ്ഞെടുപ്പ് ചട്ടം അനുസരിച്ചുള്ള നടപടി അദ്ദേഹം നേരിടേണ്ടി വരും. അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. പാർട്ടി ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനൊന്നും പാർട്ടിക്ക് കഴിയത്തില്ല എന്ന രൂപത്തിൽ MV ഗോവിന്ദൻ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ പാർലമെന്ററി വ്യാമോഹം വല്ലാണ്ട് കമ്മ്യൂണിസ്റ്റുകാരെയും പിടികൂടിയാൽ അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരുന്നത് MLA ആവാനോ മന്ത്രിയാവാനോ മാത്രം എന്നുള്ള ഒരു മോഹമായിട്ട് വരികയാണെങ്കിൽ, അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ രീതി എന്നുള്ളത് ഏറ്റവും മുതിർന്ന നേതാക്കളാണെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ. ഇപ്പോൾ ഒരു പുതുതലമുറ CPMലേക്ക് വന്ന് മന്ത്രിമാരായി P രാജീവ്, MP രാജേഷ്, മുഹമ്മദ് റിയാസ് തുടങ്ങി പുതിയ ആൾക്കാർ വന്ന് രണ്ടാം പിണറായി സർക്കാരിൽ അവരുടെ കഴിവുകൾ തെളിയിക്കുന്നുണ്ട്. ശിവൻകുട്ടി വിദ്യാഭ്യാസം ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പം മികച്ച മന്ത്രിമാർ പുതുതലമുറയിൽ നിന്നും, രണ്ടാം തലമുറ എന്ന് വേണേൽ പറയാം, രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാർ, പ്രത്യേകിച്ചും CPIMന്റെ മന്ത്രിമാർ
CPIയുടെ 4 മന്ത്രിമാരും പുതുമുഖങ്ങൾ. അപ്പോൾ ഗവൺമെൻറ് പുതിയ തലമുറയെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. അധികാരം വേണമല്ലോ കാര്യങ്ങൾ നടപ്പാക്കാൻ, ജനക്ഷേമം നടപ്പാക്കാൻ അധികാരം വേണം. അപ്പം ഒരു പരിധി കഴിയുമ്പം പ്രായമായവർ ഒഴിഞ്ഞു പോകേണ്ടി വരും. ചിലർക്ക് പാർട്ടി ഒഴിവുകൾ കൊടുക്കും. ഇപ്പോൾ പിണറായി വിജയന് കൊടുത്ത പാർട്ടി കോൺഗ്രസിൽ എടുത്ത തീരുമാനപ്രകാരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് കൊടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പെരുമാറേണ്ടുന്ന ഒരു കാര്യമാണത്. ഇപ്പം ജി സുധാകരൻ്റെ പല നീക്കങ്ങളും, പല പ്രസ്താവനകളും, പല അഭിപ്രായങ്ങളും പലപ്പോഴും പാർട്ടി താല്പര്യത്തിന് വിരുദ്ധമായിട്ട് അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഉണ്ടായ സംഭവം. അപ്പം പാർട്ടിക്ക് അദ്ദേഹത്തെ, ജി സുധാകരനെ ഒരു പരിധിക്കപ്പുറം ഇങ്ങനെ പോയാൽ പിന്തുണയ്ക്കാനാവില്ല. പിന്നെ ആലപ്പുഴയിലെ പാർട്ടിയിലെ പല ഭിന്നാഭിപ്രായങ്ങളും പലപ്പോഴും അത് പുറത്തു വന്നിട്ടുണ്ട്. ആലപ്പുഴയിലെ പാർട്ടിയെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകേണ്ട മുതിർന്ന നേതാക്കളായിട്ടുള്ളവർ തന്നെ ആ പാർട്ടിയുടെ ആലപ്പുഴയിലെ CPIഎമ്മിൻ്റെ കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നത് അത് CPIഎമ്മിന് ഗുണം ചെയ്യുമോ? ഈ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കണ്ടേ ആലപ്പുഴ ജില്ലയിൽ? മറ്റ് ജില്ലകളിലൊന്നും ഈ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണത്? ചില നേതാക്കളുടെ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് ഇപ്പം പകൽ പോലെ വ്യക്തമാണ്. ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ജി സുധാകരനും മറ്റു ചില നേതാക്കളും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പാർട്ടിയുടെ ഈ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രൂപത്തിലുള്ള പരാമർശങ്ങളൊക്കെ അവിടുന്ന് വരുന്നുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ജി സുധാകരൻ്റെ ചില പരാമർശങ്ങളാണ്, ഏറ്റവും ഒടുവിലത്തെ ഉൾപ്പെടെ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പക്വതയും മാന്യതയും വെച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടിയുടെ ഒരു സമുന്നത നേതാവാണ്, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ സമുന്നത നേതാവാണ്. അദ്ദേഹം പാർട്ടിക്കൊപ്പം നിൽക്കേണ്ടയാളാണ്, പാർട്ടിക്ക് വേണ്ടി വലിയ സംഭാവന ചെയ്തയാളാണ്. അദ്ദേഹത്തിൻ്റെ അനുജൻ ഭുവനേശ്വരൻ രക്തസാക്ഷിയായത് പന്തളം കോളേജിൽ, അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ. ആ പാർട്ടിക്ക് വേണ്ടി വലിയ ത്യാഗം ചെയ്ത, ഭുവനേശ്വരൻ ഉൾപ്പെടെ ത്യാഗം ചെയ്ത ഒരു കുടുംബമാണ് ജി സുധാകരൻ്റെ കുടുംബം. അപ്പോൾ അവർ പാർട്ടിക്കൊപ്പം നിൽക്കേണ്ട കുടുംബമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു അധികാര സ്ഥാനത്തു നിന്നും മാറ്റപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒരു അസ്കിത, ഒരു വിഷമം ഒക്കെ പറയേണ്ടുന്ന കാര്യമൊന്നും ഇല്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അറിയാവുന്നവർ അങ്ങനെ ചിന്തിക്കുമോ? എന്തായാലും ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വീഴ്ചകൾ തിരിച്ചറിഞ്ഞിട്ട് തിരുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അദ്ദേഹം പാർട്ടിയിൽ എപ്പോഴും ഉണ്ടാവേണ്ടുന്ന ഒരാൾ തന്നെയാണ് ജി സുധാകരൻ എന്ന് പറയുന്ന CPIഎമ്മിൻ്റെ നേതാവ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്.